ശ്രീനി ഇപ്പോഴിങ്ങനെ വളരെ റിലാക്സ്ഡ് ആയിരിക്കുകയാണ്. ഇങ്ങനെയായിരുന്നോ പണ്ട് ശ്രീനി? മേ ബി നോട്ട്. എനിക്ക് സംശയമുണ്ട്. മേ ബി നോട്ട്. നമ്മളൊരു സ്മോൾ ടൈം വരട്ടെ. ചെറിയൊരു കുസൃതി ചോദ്യം ചോദിച്ചോട്ടെ. ശ്രീനെ എപ്പോൾ ഞാൻ കോമ്പറ്റീഷന് കാണുമ്പോൾ അന്നൊരു ചെറിയൊരു ടൈനി ബോയാണ്. പൊക്കവും വണ്ണമൊക്കെ ഒന്നുമില്ലാതെ ചെറിയൊരു കുട്ടിയാണ്. ശ്രീനി ഏത് കോമ്പറ്റീഷന് വരുമ്പോഴും നല്ലോണം പാടുമെങ്കിലും ഭയങ്കര പെപ്പറാണ്. ഏത് സമയം കൈ ഇങ്ങനെ കുടഞ്ഞുകൊണ്ടേയിരിക്കും. ആ സ്വഭാവം ഇപ്പോഴൊക്കെ കാണാറുണ്ട്. എന്താണ് ഇപ്പോഴും ടെൻഷൻ ആയിട്ടാണോ അല്ലാതെ ഇപ്പോൾ ആ ഒരു മാനറിസമായിട്ട് മാറിയോ? ഇതൊരു ചെറിയ കുസൃതി ചോദ്യമാണ് കേട്ടോ. അരുന്ധതി ശ്രീനിയുടെ ഒരു പഴയ സുഹൃത്താണ്. പിന്നെ അരുന്ധതി എന്തൊരു നല്ല മ്യൂസിഷ്യൻ, എന്തൊരു നല്ല സിംഗറാണ്. ശ്രീനിയെ കുറിച്ച് അരുന്ധതി ഓർക്കുന്നത് എങ്ങനെയാണ്? എപ്പോഴും അല്പം ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. അയ്യോ, ഐ വാസ് ലൈക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു അല്ലേ? ടെൻഷനാണോ, ഒരു നെർവസ് എനർജി ഉണ്ടായിരുന്നു. നെർവസ് എനർജി ഇപ്പോൾ കുറഞ്ഞെന്ന് തോന്നുന്നു. ഇപ്പം നല്ല വളരെ സ്വച്ഛന്തമായി വളരെ സ്വതന്ത്രമായില്ലേ ശ്രീനി? അപ്പോൾ പണ്ട് ഐ വാസ് വെരി നെർവസ് എനർജി വാസ് ദെയർ. അത് നമ്മളൊരു സ്മോൾ ടൗണിൽ നിന്ന് വരുമ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ വരുമല്ലോ. അതെ, സ്വാഭാവികമായിട്ടും. പക്ഷെ പിന്നെ ശ്രീനിക്ക് വലിയൊരു അവസരം കിട്ടി, ശ്രീനിനെ കൊണ്ട് കടഞ്ഞെടുത്തു. പക്ഷെ അപ്പോഴും ഈ പണ്ട് തലേ കയറിയ സാധനങ്ങൾ ചിലപ്പം, അതാണ് അരുന്ധതി പറയും, എപ്പോഴും ചില സമയത്ത് സ്റ്റേജിൽ ഒരു സ്റ്റേജിൽ വരുമ്പോൾ ഇത് ഇപ്പോൾ ഇവരൊക്കെ ചിലപ്പോൾ എന്നോട് വളരെ സ്നേഹം ഉണ്ടായിരിക്കാം എല്ലാവർക്കും. അപ്പോൾ ബട്ട് എന്നാലും നിങ്ങളുടെ മുമ്പ് പാടാനായിട്ട് എനിക്കിപ്പോഴും ടെൻഷനാണ്. നിങ്ങൾ എന്ത് വിചാരിക്കുന്നുള്ളതല്ല, നന്നായിട്ട് പാടണമല്ലോ. സോ ഓൾവേസ് ദാറ്റ് ഇസ് ദേർ. ശ്രീനിയുടെ പാട്ടുകൾക്ക് ഒരുപാട് ഫാൻസ് ഉണ്ടായിരുന്നു ശ്രീനിക്ക്. ശ്രീനിയുടെ ചില സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുണ്ട് അടുത്ത്. എവിടെ? പണ്ട് കോളേജിൽ പഠിച്ചിരുന്ന സമയത്ത് ശ്രീനിക്ക് ഒരുപാട് ഫാൻസ് ഉണ്ടായിരുന്നു. അത് ഞാൻ അറിഞ്ഞിട്ടില്ല, അൺഫോർച്ചുനേറ്റ്ലി. അത് ഭയങ്കര സങ്കടമാണ് എനിക്ക്. ഐ നെവർ ന്യൂ ബിക്കോസ് ഐ വാസ് എ ഷൈ പേഴ്സൺ. വളരെ ഷൈ ആയിരുന്നു. ആണോ? എക്സ്ട്രീംലി. ആ ഷൈനസ് ഒക്കെ ഇപ്പം പോയോ? കുറച്ച് പോയെന്ന് തോന്നുന്നു. പോയി. അപ്പോൾ ഇപ്പം ഫാൻസ് ഒക്കെ വരുമ്പോൾ ശ്രീനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇപ്പോൾ എനിക്കെന്ത് ഫാൻസ്, ഐ എം വെരി ഹാപ്പി വിത്ത് ഫാൻസ്. ആൻഡ് കോളേജ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഫാൻസ് ഒക്കെ വരുമ്പോൾ ശ്രീനി ആകെ നാണം കുണിങ്ങി അങ്ങോട്ട് മാറി ആയിരിക്കുന്നു എന്നോട് ചോദിക്കുന്നു. ആ, ശരിയാ, എനിക്ക് ഓർമ്മയില്ല. ഓർമ്മയുള്ള സുഹൃത്തുക്കളുണ്ട് ആ ബ്ലൂ ബേഡ്സിൽ. നോക്കാം. പല ആൾക്കാരും. പക്ഷെ ശ്രീനിക്ക് വേറൊരു ഫാനുണ്ട്. ആ ഫാനെ കൊണ്ടുവരുവാണ്. എന്ന കാരണം വെച്ചാൽ നേരത്തെ നമ്മൾ ഒരാളെ കൊണ്ടുവന്നപ്പോൾ ഉണ്ടായ ഡാമേജ് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നല്ലൊരു ഫാനിനെ കൊണ്ടുവരാൻ പോകണം. നോക്കിയോളൂ ആരാണ്. From all your songs, this is my most favorite song. അഴകേ സുഗമാ ഉന്താപങ്ങൾ സുഗമാ തലൈവാ സുഗമാ സുഗമാ തനിമൈ സുഗമാ സുഗമാ. Okay, so I want you to sing a few lines after this. പ്രേക്ഷകർ ആലോചിക്കുന്നുണ്ടോ ഈ നന്നായി പാടുന്ന ഈ മിടുക്കിയാരാന്നുള്ളത്? മറ്റാരുമല്ല, ഇത് ശ്രീനിയുടെ മകളാണ്. ശ്രീനി മകളുടെ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചിരിക്കുകയാണ്. കണ്ണം രണ്ട് സുഖമാതിൽ കടൈസി മുത്തം സുഖമാ ഉന്തൻ കട്ടിൽ സുഖമാ എൻ ഒற்றை தலையணை സുഖമാ. മകൾ ഇങ്ങനെ പാടിയപ്പോൾ അച്ഛൻ്റെ കണ്ണ് നനഞ്ഞു. ശ്രീനി യെസ്, സന്തോഷാസുരമാണത്. എന്താ എനിക്കറിഞ്ഞോ? മേ ബി നോക്ക്. Yeah, maybe. Yeah. Before it comes out. Let it come out. വരട്ടെ പുറത്ത്. അല്ല, അത് എന്ത് പറ്റി ശ്രീനി? പെട്ടെന്ന് മനസ്സ് തട്ടോ? അല്ല, ഇതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ലല്ലോ. ഇതൊക്കെ വലിയൊരു സുഖമല്ലേ? ദാറ്റ്സ് വൈ എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ എന്ന് പറഞ്ഞാൽ അത് ദാറ്റ് ഇസ് സംതിങ് സ്പെഷ്യൽ. മകൾ നന്നായി പാടുന്നുണ്ട്. അവൾ പാടും, പക്ഷെ മറ്റവൾക്ക് പാട്ടിനോട് താല്പര്യമില്ല. ഇവൾ പാടും, ഇവൾ കുഴപ്പമില്ലാതെ പാടും. ഒരു പക്ഷേ അടുത്തൊരു 10 വർഷം, ഇനി 10 വർഷത്തേയാണല്ലോ പറഞ്ഞത്. 10 വർഷത്തിനുള്ളിൽ മകൾ എവിടെ എത്തും? ശരി,
അത് അവളുടെ ഭാഗ്യം. ദാറ്റ് യു ഡോണ്ട് നോ. ഷീ സോ അവൾ പാടുന്നുണ്ട് ഇപ്പോൾ. എനിക്ക് ഈ തമിഴ് സിനിമയിൽ പാടിയിട്ടുണ്ട്. ശരത്തിന് എന്തോ ഒരു പാട്ട് പാടി, ഒരു തമിഴിൽ. റഹ്മാൻ കുറച്ച് ട്രാക്കൊക്കെ പാടിയിട്ടുണ്ട്. അതിൽ നല്ല ഭാവിയുള്ളൊരു ശബ്ദമാണ്. You're a proud father? So. Yeah. I mean, I will be proud of her even if she doesn't sing or anything. But I'll be very, very happy if she എന്തായാലും മകളെ എന്തെങ്കിലും അച്ചീവ് ചെയ്താൽ I'll be happy. മോളെ സന്തോഷിക്കണം. എന്താ കാരണം വെച്ചാൽ മകളെ കണ്ടപ്പോൾ തന്നെ അച്ഛൻ്റെ കണ്ണു നിറഞ്ഞു. അപ്പം നമുക്ക് മകളെ അങ്ങനെ വിടാൻ തയ്യാറായിട്ടില്ല. മകളെ വീണ്ടും കൊണ്ടുവരണം. Hi. So I have to ask you this. If you hadn't gotten into the music line, what would you see yourself doing now? സിനി If I had not got into music, കണ്ണിങ്ങനെ കലങ്ങിയിരിക്കുകയാണ്, ചുമന്നിരിക്കുന്നു. നല്ലത്. മകളോട് എത്ര സ്നേഹമാണ്. മേബി ഇപ്പോൾ മറ്റേ മകൾ ചോദിക്കും, എന്നെ കാണിച്ചപ്പോൾ കരഞ്ഞില്ലല്ലോ നീ. അവിടെയാണ് പ്രശ്നമില്ല. ഭാര്യ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു അവിടെ ഇരിക്കണേ. ഇവള് പാടിയതുകൊണ്ടായിരിക്കാം. അതാണ് മറ്റേ പെണ്ണും പറയാൻ പോകുന്നത്. പാട്ടാണ് കൂടുതൽ ഇഷ്ടം. സോ യു ആർ വെരി അൺഹാപ്പി ദാറ്റ് ഐ ഡോണ്ട് സിങ് എന്ന് വല്ലതും പറയും. ഈ ഫീൽഡിൽ വന്നില്ലായിരുന്നെങ്കിൽ എൻ്റെ അച്ഛൻ എവിടെ ആകുമായിരുന്നു എന്നാണ്. എവിടെ ആകുമായിരുന്നു? ഞാൻ കോയമ്പത്തൂരിലോ തിരുപ്പൂരിലോ ഒരു ഫാക്ടറിയിൽ, ഒരു ബനിയൻ ഫാക്ടറിയിൽ ഒരുപാട് ആൾക്കാരെ പറ്റിച്ച് സാധനം വിൽക്കുകയായിരുന്നു. ഇത് ഉപയോഗിച്ചാൽ അങ്ങനെയാണ് ഇങ്ങനെയാണ്. കുറച്ചുകൂടെ വഷളായതാണ് ഞാൻ. വഷളായത്. ഭാര്യ, 2 മക്കള്, അച്ഛൻ, വലിയ കുടുംബം, ഒരുപാട് സുഹൃത്തുക്കൾ, സ്നേഹം, സംതൃപ്തി, സന്തോഷം, ആനന്ദാശ്രു. ശരിക്ക് ഒരു പക്ഷേ സംതൃപ്തിയുടെ നിമിഷങ്ങളാണ്. കുടുംബത്തിന് വേണ്ടിയിട്ട്, സുഹൃത്തുക്കൾക്ക് വേണ്ടി, ആരാധകർക്ക് വേണ്ടിയിട്ട്, മറഞ്ഞിരിക്കുന്ന ഒരുപാട് ഫാൻസിന് വേണ്ടി, എല്ലാവരും കൂടിയിട്ട് ഒരു പാട്ട് പാടി നമുക്ക് ഈ സംഭാഷണം അവസാനിപ്പിക്കാം. ഇതിലേ വരൂ ഇനിയും വെറുതെ ഋതുമംഗലയ പനിനീർമുഖിലേ ആ മാറിൽ താവും നനവ് തരൂ. ആ മൗനം നീറും നിനവ് തരൂ. ആ മാറിൽ താവും നനവ് തരൂ. ആ മൗനം നീറും നിനവ് തരൂ.